ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ടേസ്റ്റി ബീഫ് റോസ്റ്റിൻ്റെ കുക്കിംഗ് വീഡിയോ കാണിക്കാനാട്ടോ വന്നിരിക്കുന്നത്. ഇത് കുറച്ചധികം പേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണേ. നമ്മുടെ അടുപ്പിലെ തീയിൽ വലിയ ഉരുളിയിൽ ബീഫ് ഇങ്ങനെ വരട്ടി എടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റിയുള്ള ബീഫ് റോസ്റ്റ് ആട്ടോ ഇത്. ഞാൻ കഴിച്ചായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണേ. അടുപ്പിൽ തീ കത്തിച്ച് ഉരുളി ചൂടാകാൻ വെക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കഴുകി വെള്ളം പോയിട്ട് മൊത്തം വെള്ളം പോയ ബീഫാണ് അത് ഉരുളിയിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം സവാളയും തക്കാളിയും കുനുകുന അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് ആവി വരുന്നവരെ തീ മൂടി വെക്കണം. അത് ഇളക്കരുത് കേട്ടോ. ഇങ്ങനെ ഇളക്കി മൊത്തം യോജിപ്പിക്കേണ്ട. ഒന്ന് ആവി വന്നവരെ ആ അടപ്പ് മൂടി വെക്കണം. ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ കണക്കൊന്നും എനിക്ക് പറയാനറിയില്ല. എത്രയാണ് നമ്മൾ എടുക്കുന്ന ബീഫ്, ആ ബീഫിന് കണക്കായ എത്രയാണ് വേണ്ട അത്ര ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചും ആ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് നല്ല തീയിൽ വേണം കേട്ടോ വേവിക്കാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും ആവി വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ആ ബീഫ് മുകളിൽ താഴെയുള്ള ബീഫ് ഇളക്കി മുകളിൽ വരുന്ന രീതിയിൽ ആ സവാളയും തക്കാളിയും എല്ലാം കൂടി മിക്സാക്കി യോജിപ്പിച്ച് വെക്കണം. അതിനാവശ്യമുള്ള പൊടികളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ ഗരം മസാല പൊടിക്കാനായിട്ട് ആ ബീഫിൻ്റെ മുകളിൽ തന്നെ പാത്രത്തിൽ ചൂടാകാൻ വെക്കണം. എന്നിട്ട് പൊടിക്കുമ്പോഴത്തേക്കും വേഗം പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ അതിനുശേഷം ഈ ബീഫിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് പിന്നെ നല്ല തീയിൽ തന്നെ വേവിക്കണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം കുറേ നേരം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളിയും സവാളയും ഇതെല്ലാം കൂടി യോജിച്ച് ഈ ബീഫിലേക്ക് പിടിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവും കേട്ടോ ബീഫ്. ഇപ്പോൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ആ ഒരു ഇത് കണ്ടിട്ട് നന്നായിട്ട് അതിലേക്ക് കളറ് മാറി ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും ഒട്ടും വെള്ളമൊന്നുമില്ല. പിന്നെ പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അതിൻ്റെ അളവുകൾ എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ വീട്ടിൽ ചേർക്കുന്ന പോലെ കുറച്ച് ബീഫ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഇത് കൂടുതൽ ബീഫ് ഉള്ളതുകൊണ്ടിട്ട് അധികം പൊടികൾ എടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നന്നായിട്ട് ആ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ പൊടികൾ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കൂടുതൽ കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കണം കേട്ടോ. ആ ബീഫിന് അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അങ്ങനെ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇനി നല്ല തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ആ തിളച്ച വെള്ളം ഒന്ന് ഗ്രേവി ഇങ്ങനെ കുറുകി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നന്നായിട്ട് തീയിൽ കുറച്ച് നേരം അത് ഇങ്ങനെ കുറുകി ആ വെള്ളം വറ്റുന്നത് വരെ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം. പിന്നീട് പൊടിച്ചു വെച്ച ഗരം മസാലയും വേപ്പിലയും ഇതെല്ലാം ചേർത്ത് പിന്നെ മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ആ മിക്സിങ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളിയും മുളകും കടുകും എല്ലാം കൂടി വറുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ് ലാസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് കേട്ടോ. അത്രയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ബീഫ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പറ്റുന്നത് പോലെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക്സ്.